ഇടത്തരം കുടുംബത്തിലെ 4ാമത്തെ മകനായിരുന്നു അയാൾ. വളരെ കർക്കശക്കാരനായിരുന്നു അയാളുടെ അച്ഛൻ. ഏതിനും തെറ്റ് കണ്ടെത്തുന്ന ആ പിതാവിന്റെ പ്രവൃത്തി അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. മനസ്സിലുണ്ടായ ഭയം കാരണം ആ പിതാവിനോട് ഒരു അകലമിട്ടേ അയാൾ ഇടപെട്ടിരുന്നു. ചെറിയ പിഴവുകൾക്ക് പോലും ശകാരിക്കുന്ന കേട്ടുമടുത്ത് അവന്റെ മനസ്സിലെ ഭയം ക്രമേണ വെറുപ്പായി മാറി. ഫാൻ ഓഫാക്കാതെ പോയതിന്, TV ഓൺ ചെയ്ത് വെച്ചിട്ട് പുറത്തു പോയതിന്, വീട്ടിലെ പൈപ്പിന്റെ ടാപ്പുകൾ തുറന്നിട്ട് അനാവശ്യമായി വെള്ളം പാഴാക്കുന്നതിന്, കുളി കഴിഞ്ഞതിന് ശേഷം നനഞ്ഞ തോർത്ത് കട്ടിലിടുന്നതിന്, വഴക്ക് കേൾക്കാനുള്ള കാരണങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അയാൾക്കൊരു ജോലിക്കുള്ള ഇന്റർവ്യൂവിന് ക്ഷണം ലഭിച്ചു. മാനസികമായി സന്തോഷത്തോടെ തയ്യാറെടുത്ത് അയാൾ ചിന്തിച്ചു, ശമ്പളം കുറഞ്ഞാലും വേണ്ടില്ല, ഈ ജോലിക്ക് എങ്ങനെയെങ്കിലും കയറിപ്പറ്റി ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അച്ഛനുമായി ബന്ധപ്പെടാതെ എവിടെയെങ്കിലും പോയി സമാധാനത്തോടെ കഴിയണം. അത് അയാൾ തീരുമാനിച്ചു. പിതാവിനോടുള്ള വെറുപ്പ് അത്രയേറെ അയാളിൽ വളർന്നിരുന്നു. ഇന്റർവ്യൂവിന്റെ ദിവസം രാവിലെ അച്ഛൻ പണം കൊടുത്തപ്പോഴും പറഞ്ഞു, എടാ, ചോദ്യങ്ങൾക്കെല്ലാം ശരിക്കും മറുപടി പറഞ്ഞോണം. നിന്റെ തപ്പിത്തടയിലൊന്നും അവിടെ നടക്കില്ല. അറിയില്ലെങ്കിൽ നല്ല വ്യക്തമായിട്ട് സംസാരിക്കണം എന്നൊക്കെ. തല കുനിച്ച് പിറുപിറുത്തുകൊണ്ട് അവൻ അച്ഛന്റെ മുന്നിൽ നിന്നും ഇറങ്ങി. ഇന്റർവ്യൂ സെന്ററിൽ എത്തിയപ്പോൾ അവിടെ സെക്യൂരിറ്റിയെ കണ്ടില്ല. ഗേറ്റ് തുറന്നു കിടക്കുന്നു. ലോക്ക് അലക്ഷ്യമായി തള്ളി നിൽക്കുന്നു. അയാൾ പതിയെ അകത്ത് കടന്നു. ലോക്ക് ശരിയാക്കി ഗേറ്റ് അടച്ച് പ്രവേശിച്ചു. മനോഹരമായ ഒരു പൂന്തോട്ടമായിരുന്നു ആ കെട്ടിടത്തിന്റെ മുൻഭാഗം. പക്ഷേ ആരോ പൈപ്പ് തുറന്നിട്ടിരിക്കുന്നു. വെള്ളമാകെ ഒലിച്ച് വെറുതെ വേസ്റ്റായി പോകുന്നു. അവൻ അച്ഛന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി. പോയി ടാപ്പ് ഓഫാക്കി ഹോസ് പൈപ്പ് ശരിയാക്കി വെച്ചു. 1ാം നിലയിലാണ് ഇന്റർവ്യൂ നടക്കുന്നതെന്ന് നോട്ടീസ് ബോർഡിൽ അവൻ കണ്ടു. അവൻ സ്റ്റെയർസ് കയറാൻ തുടങ്ങി. 10 മണി കഴിഞ്ഞിട്ടും ലൈറ്റുകൾ കത്തിക്കൊണ്ടിരുന്നു. അച്ഛന്റെ ശബ്ദം വീണ്ടും ചെവിയിൽ മുഴങ്ങുന്നു. കയറിയ സ്റ്റെയർ കേസിന്റെ വശങ്ങളിലെ സ്വിച്ച് ബോർഡ് കണ്ടെത്തി ലൈറ്റ് എല്ലാം ഓഫാക്കി. അകത്തെത്തിയപ്പോൾ വലിയ ഹാളിൽ 10-20 പേര് ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വന്നവരാണ്. അവൻ ആകെ ടെൻഷനായി. തന്നേക്കാൾ യോഗ്യതയുള്ളവരെ പോലെ അവരെ കണ്ടപ്പോൾ അവന് തോന്നി. തലതിരിഞ്ഞു കിടക്കുന്ന വെൽക്കം എന്നെഴുതിയ മാറ്റ് ശരിയാക്കി വെച്ച് അവൻ ഹാളിന് പിന്നിലായി ചെന്നിരുന്നു. ഈ ജോലി തനിക്ക് കിട്ടുമോ? ആധിയോടെ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒഴിഞ്ഞ ഭാഗത്തും ഫാനുകൾ കറങ്ങുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫാൻ ഓൺ ആക്കിയിട്ട് എവിടെ പോയി കിടക്കുന്നതാ? അവൻ അച്ഛന്റെ ശബ്ദം കാതിൽ കേൾക്കുന്നത് പോലെ തോന്നി. അവൻ എണീറ്റ് ആ ഫാനുകൾ ഓഫാക്കി. ഒടുവിൽ അവനെ ഇന്റർവ്യൂവിന് വിളിച്ചു. സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വച്ച ശേഷം ഡയറക്ടർ അവനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്? അവൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ പകച്ചുപോയി. തന്നെ പരീക്ഷിക്കാനുള്ള വല്ല ചോദ്യവുമാണോ? അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു. വെൽക്കം ടു ദിസ് കമ്പനി. ഇന്റർവ്യൂ ബോർഡിലെ മറ്റൊരാൾ വിശദീകരിച്ചു, ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചല്ല പരീക്ഷിക്കുന്നത്, നിങ്ങളുടെ മനോഭാവമാണ് നോക്കുന്നത്. തുറന്നു കിടന്ന ഗേറ്റ് യഥാപൂർവം അടയ്ക്കാനോ പാഴായി പോകുന്ന വെള്ളം കണ്ട് ചാപ്പ് പൂട്ടാനോ മറ്റാരും തയ്യാറായില്ല. താങ്കൾ ഒഴികെ കോണിപ്പടിയിൽ അനാവശ്യമായി കത്തിക്കൊണ്ടിരുന്ന ബൾബുകളും ഹാളിലെ ഒഴിഞ്ഞ ഭാഗത്ത് കറങ്ങിക്കൊണ്ടിരുന്ന ഫാനുകളും ഓഫാക്കാൻ മറ്റാർക്കും തോന്നിയില്ല. വെൽക്കം മാറ്റ് ശരിയാക്കാൻ തോന്നിയതും താങ്കൾക്ക് മാത്രം. ഞങ്ങൾ ഇതെല്ലാം CCTVയിലൂടെ നിരീക്ഷിച്ചാണ് താങ്കളെ സെലക്ട് ചെയ്തത്. താങ്കളുടെ ഈ മനോഭാവം ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമായി. ജോലിയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ച് ഓഫർ ലെറ്റർ വാങ്ങി അവൻ തിടുക്കത്തിൽ മടങ്ങി. തന്റെ പിതാവിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരയാൻ അവന്റെ ഹൃദയം വെമ്പുന്നുണ്ടായിരുന്നു. ഈ അച്ഛൻ എന്ന് പറയുന്നത് നല്ല നെല്ലിക്ക പോലെയാണ്. ആദ്യം കൈക്കും പിന്നെ മതിലിക്കും. By the time a man realizes that maybe his father was right, he usually has a son who thinks he's wrong. ശരിയല്ലേ?